ശബരിമലയിൽ തത്സമയ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് പുതിയ സംവിധാനത്തിന്റെ പ്രവർത്തനം. തിരക്ക് നിയന്ത്രണത്തിനടക്കം കാലാവസ്ഥാ പ്രവചനം പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. അപ്രതീക്ഷിതമായി എത്തുന്ന പെരുമഴ ശബരിമല തീർത്ഥാടകരെ ദുരിതത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് മണ്ഡല മകരവിളക്ക് സമയത്ത് ശബരിമലയ്ക്ക് മാത്രമായി പ്രത്യേക കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം തന്നെ ഏർപ്പെടുത്തുന്നത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളാണ് പുതിയ സംവിധാനം ഉപയോഗിച്ച് പുറപ്പെടുവിക്കുക. ഇതിനായി 3 റെയിൻ ഗേജുകളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശബരിമലയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ അധികമായിട്ട് 3 റെയിൻ ഗേജ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ താപനിലയും ആർദ്രതയും അളക്കാനുള്ള ഉപകരണങ്ങൾ കൂടി ഉടനെ തന്നെ എത്തിക്കുന്നതായിരിക്കും. അപ്പം ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ സഹകരണമുണ്ട് ഈ ഒരു കാര്യത്തിന്. അവരുടെ സ്റ്റാഫായിരിക്കും, അവർക്ക് നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ സ്റ്റാഫായിരിക്കും ഒബ്സർവേഷൻ എടുത്ത് എല്ലാ 3 മണിക്കൂറിലും IMDക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ 3 മണിക്കൂറിലും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്ന നൗകാസ്റ്റ് അലർട്ടും അധികം വൈകാതെ നിലവിൽ വരും. അമർനാഥ് അടക്കമുള്ള മഹാക്ഷേത്രങ്ങളുടെ മാതൃകയിൽ കേരളത്തിൽ ആദ്യമായാണ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് മാത്രമായി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത്. സാഹചര്യമനുസരിച്ച് മാസപൂജകൾക്കും നിരീക്ഷണം ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ട്. സ്ഥിരമായിട്ടൊരു അറേഞ്ച്മെന്റ് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് ആലോചന തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാ സീസണിലും ഉണ്ടാവും. മാസപൂജ സമയത്തും ഒക്കെ ആവശ്യമാണെങ്കിൽ അതും ഒരുപക്ഷെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അത് അവരുമായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ്, മാധ്യമങ്ങൾ, പ്രാദേശിക ഭരണകൂടങ്ങൾ എന്നിവ വഴിയെല്ലാം ശബരിമലയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തും. സന്നിധാനം, പമ്പ എന്നിവ കേന്ദ്രീകരിച്ചുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് തിരക്ക് നിയന്ത്രണത്തിനും സഹായിക്കുമെന്നാണ് കരുതുന്നത്. ജനം, തിരുവനന്തപുരം.